നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവർക്കിത് വെറുതെ തോന്നിയതാണെങ്കിലേ അത് മനസ്സിലിട്ടുകൊണ്ടിരിക്കണ്ട എന്ന് കരുതിയിട്ടാ മോളെ വിളിച്ചത്. ഞാനും ആതിരയും തമ്മില് പ്രശ്നമൊന്നുമില്ല അച്ഛാ. ഞങ്ങള് പഴയതുപോലെ തന്നെയാ. പണ്ടൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അതൊന്നും ആരും നോക്കാറില്ല. ഈ കാലത്തൊക്കെ ആരാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? വേറെ ആരും ചിന്തിച്ചില്ലെങ്കിലും ആതിര ഇതൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവൾ അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ചിന്തിച്ചോട്ടെ, മറ്റാർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ. മാഷത് എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? പ്രസവിക്കത്തോളെന്ന് അവള് പറഞ്ഞതേ നമ്മുടെ അച്ചുമോളെയാ. അച്ചുമോൾ അവളുടെ കുഞ്ഞിനെ എടുത്താ ആ കുഞ്ഞിന് എന്തെങ്കിലും ദോഷം വരുമെന്നാ അവളോട് ചോദിച്ചോണ്ടിരിക്കുന്നത്. മുമ്പ് ഇതേ ചോദ്യം അവളോട് ചോദിച്ചതാ. അത് പക്ഷെ അച്ചുവിനെയാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചിന്തിച്ച പോലും ഇല്ല. ഇന്നവളത് ഇങ്ങോട്ട് പറഞ്ഞു. മുൻപ് വിളിച്ചപ്പോ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. ഞാൻ അന്ന് തന്നെ അനഘയെ വിളിച്ച് ചോദിച്ചു. അവളൊന്നും വിട്ട് പറയുന്നുമില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ഈശ്വര, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ അവിടെ നടക്കുവാവോ? എന്ത് നടക്കാൻ? ആതിര കൂടെ കൂടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതവിടെ എല്ലാവർക്കും അറിയാം. ഇതുപോലെ ഓരോന്ന് ചെയ്താ അടിച്ച് ചെക്കിട്ട് പൊളിക്കാണ് വേണ്ടത്. അനുപേട്ട, ആതിരെ ഒന്ന് വിളിച്ചു നോക്കിയേ. എന്നിട്ട് അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിക്കേ. മര്യാദയ്ക്ക് അവളുടെ കാര്യം നോക്കി അവിടെ കഴിയാൻ പറ. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ. ഞാൻ വിളിക്കില്ല. വിളിച്ചാൽ ശരിയാവത്തുമില്ല. ഇമ്മാതിരി വർത്താനം എന്നോട് പറഞ്ഞ ഈ അവസ്ഥയില് ഞാൻ അവിടെ പോണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവളോട് സംസാരിക്കുന്നില്ല. ഞാൻ വിളിക്കാം. അങ്ങനെ എന്തേലും ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കാൻ ഞാൻ പറയാം അവളോട്. ഓ, എന്താ സ്വിച്ച് ഓഫ് ആണ്. അവക്കറിയാം അമ്മ ഇത് നമ്മളോട് പറയുന്നു. ഇതും പറഞ്ഞ നമ്മൾ ആരെങ്കിലും അവളെ വിളിക്കുന്നു. അതാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. മാഷൊന്ന് അച്ചുമോളെ വിളിച്ചേ. ഒന്ന് വിളിച്ചേ. ഇത് മനസ്സിൽ വെച്ച് ആതിര അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് നമുക്ക് അറിയണമല്ലോ. അവളോട് ചോദിക്കേ അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. ആതിരയുടെ സ്വഭാവം വെച്ച് അവള് മിക്കവാറും എന്തേലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ അച്ചുമോളെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ അച്ഛാ. കിടന്നോ മോളെ? ഇല്ല അച്ഛാ. എന്താ ഈ രാത്രിയില്? അവിടെ നീയും ആതിരയും തമ്മിൽ എന്തെങ്കിലും വഴക്കായോ? മറ്റൊന്നും കൊണ്ട് ചോദിച്ചല്ല. ആതിരയുടെ വർത്തമാനത്തിൽ കമലയ്ക്കും മീരയ്ക്കും ഒരു സംശയം തോന്നി. അവളെ വിളിച്ചിട്ട് എടുത്തില്ല. അതാ മോളെ വിളിച്ചത്. ഇവർക്കിത് വെറുതെ തോന്നിയതാണെങ്കിലേ അത് മനസ്സിലിട്ടുകൊണ്ടിരിക്കണ്ട എന്ന് കരുതിയിട്ടാ മോളെ വിളിച്ചത്. ഞാനും ആതിരയും തമ്മില് പ്രശ്നമൊന്നുമില്ല അച്ഛാ. ഞങ്ങള് പഴയതുപോലെ തന്നെയാ. അവർക്ക് ചിലപ്പോ തോന്നിയതാവും. അടുക്കളയില് കുറച്ച് ജോലിയുണ്ട്. ഞാൻ അച്ഛനെ വിളിക്കാം.
ആരൊക്കെയായി വന്നിരിക്കുന്നേ? കാണാൻ ഗസ്റ്റ് ഉണ്ടെന്ന് പോലീസ് ഏമാൻ വന്ന് പറഞ്ഞപ്പോ അത് ഈ VIP ഗസ്റ്റുകളായിരിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്ന് കാണാനായിട്ട് ഇരിക്കുമായിരുന്നു. ഒന്ന് മുഖാമുഖം കാണാനേ. നീ അങ്ങനെ അങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് കരുതിയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇനി നീ അങ്ങോട്ട് എഴുന്നള്ളുകയും വേണ്ട. അത് പോരല്ലോ സച്ചി സാറേ. ഇത്രയും അംഗങ്ങൾ മാത്രം അല്ലല്ലോ ആ വീട്ടിലുള്ളത്. എനിക്കും എന്നെയും മറക്കാൻ പറ്റാത്തൊരു പെൺകുട്ടി കൂടി ആ വീട്ടിലില്ലേ? അവൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ നെല്ലിശ്ശേരിയുടെ പടി ചവിട്ടും. അത് പറയാനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിന്നെ ഇനി നെല്ലിശ്ശേരിയിൽ കാണരുത്. മുമ്പ് പറഞ്ഞ പെൺകുട്ടിക്ക് ഉൾപ്പെടെ അവിടെ ഇനി നിന്നെ ആർക്കും കാണണ്ട. അതുകൊണ്ട് വെറുതെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് നീ ഇനി അങ്ങോട്ടേക്ക് വരരുത്. ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ? പ്രശ്നം മൊത്തം അർച്ചന മാഡം തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുവല്ലേ. അതിനൊരു അവസാനം കാണണ്ടേ നമുക്ക്? അല്ല, നിങ്ങൾ എന്ത് കരുതി? കല്യാണം മുടങ്ങി എന്നെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി ക്ലൈമാക്സ് എന്നോ? അത് വെറും ആന്റി ക്ലൈമാക്സ് അല്ലേ? ശരിക്കുള്ള കാര്യങ്ങളൊക്കെ ഇനിയാ നടക്കാൻ പോകുന്നത്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സച്ചി സാറേ, അതൊരു സുഖമില്ലാത്ത വെളിയാ. ഡാ സച്ചി, നിനക്ക് ഈശ്വരൻ ആയുസ് നീട്ടി തന്നതുകൊണ്ടാ നീ ഇപ്പോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആ ഈശ്വരന്റെ പേരാടാ ധനുഷ്. അതെങ്ങനെ ശരിയാവും? അതിന് നിന്റെ പേര് ധനുഷ് എന്നല്ലല്ലോ, ഷാഹിർ മുഹമ്മദ് എന്നല്ലേ? സർട്ടിഫിക്കറ്റുകളിൽ നീ ആ പേര് സ്വയം മായ്ച്ചു കളഞ്ഞു എന്ന് കരുതി നീ എങ്ങനെയാ അതല്ലാതാവുന്നത്? ഇതിനകത്ത് കിടന്ന് നീ പലതും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പുറത്തു വരുമ്പോ വീണ്ടും സ്നേഹയെ ചതിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇനി ഒരു നിയമത്തിനും വിട്ടുകൊടുക്കില്ല നിന്നെ. ശിക്ഷ ഞങ്ങൾ തന്നെ അങ്ങ് നടപ്പിലാക്കും. ഞാൻ സ്നേഹയെ ചതിച്ചെന്നോ? എന്തൊക്കെയാ അർച്ചന ഈ പറയുന്നേ? തീവ്രാനുരാഗത്തിന്റെ എക്സ്ട്രീമിലാണ് ഞങ്ങളിപ്പോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കൂടെ വന്ന ഈ ഡോക്ടർ കൊച്ചിനും മനസ്സിലാവും. പേര് കേട്ട വലിയ കുടുംബത്തിലെ ഡോക്ടർ അബ്ദുൽ ഖാദറും അനാഥാലയത്തിലെ ചുവരുകൾക്കുള്ളിൽ വളർന്നു വലുതായ സന്ധ്യയും ചേർന്ന് അത്രയ്ക്കും വിപ്ലവകരമായ പ്രേമമല്ലായിരുന്നോ? എനിക്കറിയാം ഡോക്ടർ അബ്ദുൽ ഖാദറിനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.